ഹലോ, അപ്പോൾ നമ്മുടെ ഒരു അടുത്ത ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുനഃപ്രതിഷ്ഠയുടെ ആദ്യത്തെ ഒരു മെയിൻ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. കാവേരി ആറ്റിൽ നിന്നുള്ള തീർത്ഥം എടുത്തുകൊണ്ട് വരുന്നതായിരുന്നു മെയിൻ ചടങ്ങ്. അപ്പോൾ കുറച്ച് ദൂരം വണ്ടിയിൽ വന്നു, പിന്നെ മെയിൻ ജംഗ്ഷനിലൊക്കെ നടന്നു വന്നു. അത് കഴിഞ്ഞ് പിന്നെ വണ്ടിയിൽ, അങ്ങനെയാണ് ഈ യാത്ര ഇങ്ങെത്തിയത്. നമ്മളെ ക്ഷേത്രവും ഈ കാവേരി ആറും തമ്മിൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും ദൂരം നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ കയറി നടന്നു, അങ്ങനെ പല ഇതായിട്ടാണ് വന്നത്. അപ്പോൾ മെയിൻ ജംഗ്ഷനിലെല്ലാം നടന്ന് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഈ കരകാട്ടം, ബാൻഡ് മേളം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഡാൻസ് കളിച്ച് വരാനുള്ളതുകൊണ്ട് അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഏകദേശം നമ്മളെ ക്ഷേത്രത്തിനടുത്ത് എത്തി. ഇനി ഏകദേശം ഒരു 200 മീറ്ററിനകത്തേ ഉള്ളൂ ക്ഷേത്രത്തിലോട്ട് എത്താനായിട്ട്. അപ്പോൾ എല്ലാവരും തീർത്ഥം കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുമ്പേ പോകുന്ന വണ്ടി വെള്ളം ഒഴിച്ചാണ് കേട്ടോ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ റോഡൊക്കെ നല്ല ചുട്ട് പഴുത്ത് കിടക്കുകയാണ്. നമുക്കൊക്കെ ചവിട്ടാൻ തന്നെ വലിയ വിഷമമാണ്. കാരണം അത്രയ്ക്ക് പൊള്ളുന്ന ചൂടായിരുന്നു. അപ്പോൾ ആ ഒരു ചൂടൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുമ്പേ വെള്ളം ടാങ്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, എല്ലാവരെയും തോളിലും ഇടുപ്പിലും ഒക്കെ ആയിട്ട്, എല്ലാവരും തലയിലൊക്കെ ആയിട്ട് ഇങ്ങനെ തീർത്ഥം കൊണ്ടുപോവുകയാണ്. അപ്പോൾ മെയിൻ ചടങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഈ തീർത്ഥം വെച്ചാണ് നാളത്തെ പൂജകളെല്ലാം നടത്തുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ചടങ്ങുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.